ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നോമ്പിൻ്റെ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. നമുക്കൊരു വെറൈറ്റി സ്നാക്സ് റെഡിയാക്കാം കേട്ടോ. അതിൻ്റെ പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കാം. ഒരു 3 സവാള ഇട്ട് അരിഞ്ഞെടുത്തത്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല. ഇത്തതട പേരക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് എരിവൊന്നും കൂടുതലാവണ്ടെന്ന് ഓർത്താണ് പച്ചമുളക് ഇട്ട് കൊടുക്കാത്ത കേട്ടോ. ഞാൻ ഇത് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ. അതെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ ചതച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല മോളാണ് കേട്ടോ ബ്രെഡ് മുറിച്ചെടുക്കണത്. ബ്രെഡ് ഇങ്ങനെ ഗ്ലാസ് വെച്ച് മുറിച്ചെടുക്കണ്ട കേട്ടോ. ഇട്ട് മുട്ട കുഴപ്പമില്ല, ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. 3 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കണം. മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നമുക്കത് മുട്ട അടിച്ചതിലേക്ക് ബ്രെഡ് മുക്കാം കേട്ടോ. എന്നിട്ട് റസ്ക് പൊടിയിലും മുക്കി കൊടുക്കാം. ഇത്രയും മതി. നമുക്കിത് മാറ്റി വെക്കാം. എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്യാസ് ഒത്തിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലോണം കളർ മാറി വരണ്ട കേട്ടോ. ഇതിപ്പോൾ ഒന്ന് നല്ലോണം കളർ മാറിയിട്ടുണ്ട് ഫസ്റ്റ് ഇട്ടതെല്ലാം. ഇതുപോലെ ആവണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് കോരി മാറ്റാം. എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. പോക്കറ്റ് ഷവർമയൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ ഇതുണ്ടാക്കണം. പക്ഷേ പോക്കറ്റ് ഷവർമൻ്റെ ഫില്ലിങ്ങല്ല നമ്മൾ വെക്കണതെന്ന് ഓർക്കണം. കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ. ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. അപ്പോൾ അതിൽ പറഞ്ഞേക്കണ ചിരിമുട്ട എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നടുവ് പൊളിച്ചെടുക്കാം. മുട്ടയെല്ലാം രണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡില്ലേ, അത് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ, അതിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വെച്ച് കൊടുക്കണ്ട, കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഒരു പകുതി മുട്ടയുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ചിരിമുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ അടുത്തതും പൊളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മസാല വെച്ച് കൊടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ ചിരിമുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നോമ്പ് തുറക്ക് മന്തി ആണല്ലോ, ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കണം. അതിന് മസാല വരട്ടി വെച്ചൊക്കെയാണ് ചിക്കൻ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ അരിഞ്ഞേക്കണത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മസാല പുരട്ടി വെച്ചപ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കണം. മാഗി ക്യൂബ് ഞാൻ ഒരെണ്ണം മസാല പുരട്ടി വെച്ചില്ലേ ചിക്കൻ, അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഇത് 2 എണ്ണം നമുക്ക് ഈ സവാളയൊക്കെ വാട്ടണതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി അരച്ചതും ഒഴിച്ച് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. 3 ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ മസാല വരട്ടി വെച്ചില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. മന്തി റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു അരിയാണ് എടുത്തേക്കണം. നീളം കൂടിയ ബസ്മതി റൈസിൻ്റെ നീളം കൂടിയത്, അതാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. അത് ഞാൻ ഈ ഒരു പാത്രത്തിലെ അളവിലാണ് എടുത്തേക്കണത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ 1.5 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടില്ലേ അത് മാറ്റിയിട്ട് ആ വെള്ളം തന്നെ കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അളവിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ച് കേട്ടോ. ഈ അരി ഒന്ന് നമുക്ക് വേറെ പാത്രത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ചിക്കൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ വേവിച്ച വെള്ളം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഈ ഒരു പാത്രം അരി അളന്നെടുത്ത ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പാത്രം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നമ്മൾ റൈസ് വേവിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. രണ്ടാമത് ഒഴിച്ചത് ഇത്രയും വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിൽ ഇത്രയും ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പാത്രം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. മസാല ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്താണല്ലോ. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അരി കഴുകിയിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതാണ്. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ ലെമണിൽ ഒന്ന് കുത്തിയിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ കുരു ഞാൻ കളയണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണങ്ങിയ ഒരു നാരങ്ങ കേട്ടോ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിനി മൂടി വെക്കാം, ഒന്ന് വെന്ത് വരട്ടെ. മന്തി റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്മോക്കി ഫ്ലേവറിന് വേണ്ടി ചാർക്കോൾ കത്തിച്ച് വെക്കാം കേട്ടോ. ഒന്ന് വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് കേട്ടോ തീ വെച്ച് കൊടുത്തേക്കണത്. ഒരു 5 മിനിറ്റിന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് മയോണൈസും നോമ്പ് തുറക്കാൻ സമയമാണ്. നോമ്പ് തന്നെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചീസി ബോളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിരിമുട്ടയും അങ്ങനെ 2 കടി ആണ് റെഡിയാക്കിയത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോൾ മേശപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് മന്തിയും ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അവരവിടെ ഇവിടെയൊക്കെ ഇരുന്ന് മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ കുറേ കഴിയുമ്പോൾ വലിയ ആൾക്കാരും എല്ലാം കഴിച്ച് അങ്ങനെ റാഹത്തായി. നിങ്ങൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.